ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. അധ്യായം 11, ശ്ലോകം 1. സൂത ഉവാച അനാർത്താൻ സ ഉപവ്രജ്യ വൃദ്ധാൻ ജനാപദാൻ സ്വകാൻ ദദ്മോ ദരവരം തേഷാം വിഷാദാം സമയൻ ഇവ. ഹരേ കൃഷ്ണ പ്രഭുജി, വായിച്ചോട്ടെ. വായിക്കും. അധ്യായം 11. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരകാ പ്രവേശം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. സൂത ഉവാച ആനർത്താൻ സ ഉപവ്രജ്യ സ്വദ്ധാൻ ജനപദാൻ സ്വകാൻ ദദ്മോദരവരം തേഷാം വിഷാദം ശമയന്നിവ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സൂത ഗോസ്വാമി പറഞ്ഞു, ആനർത്ത രാജ്യം ദ്വാരക എന്നറിയപ്പെടുന്ന അതിസമ്പൽ സമൃദ്ധമായ അദ്ദേഹത്തിന്റെ രാജ്യാതിർത്തിയിൽ എത്തിച്ചേർന്നപ്പോൾ ഭഗവാൻ തന്റെ മംഗളകരമായ ശംഖ് തന്റെ ആഗമനം ഉദ്ഘോഷിക്കാനും ദ്വാരകാ നിവാസികളുടെ വിഷാദം ശമിപ്പിച്ചുകൊണ്ടെന്ന പോലെയും മുഴക്കി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. സൂത ഗോസ്വാമി ഇവിടെ പറയുന്നു, അങ്ങനെ ഭഗവാൻ ദ്വാരകയിൽ എത്തിയ സമയത്ത് അദ്ദേഹം എത്തിയെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. എങ്ങനെയാണ് അറിയിക്കുന്നത്? അദ്ദേഹത്തിന്റെ ദിവ്യമായിട്ടുള്ള ശംഖ് ഊതിക്കൊണ്ട്, ശംഖ് വിളിച്ചുകൊണ്ട്. ഭഗവാന്റെ ശംഖിന്റെ പേരെന്താണ്? ആർക്കറിയാം? ഓക്കെ, പാഞ്ചജന്യം. പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനഞ്ജയം. ഓക്കെ, അപ്പൊ പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ് ഊതിക്കൊണ്ട് ഭഗവാൻ ശംഖ് ഊതുന്നു. ആ സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുന്നു ഭഗവാൻ കൃഷ്ണൻ തിരിച്ചെത്തി എന്നുള്ളത്. പറയുന്നു ഈ ശ്ലോകത്തിൽ, ആ ശംഖനാദം കേൾക്കുമ്പോൾ ദ്വാരകാവാസികളുടെ ഹൃദയത്തിലുള്ള ആ വിഷാദം, കാര്യം അവരെല്ലാവരും വിരഹത്തിലിരിക്കുമായിരുന്നു. എത്രയോ മാസങ്ങളായി കൃഷ്ണൻ അവിടെ ഇല്ല. കൃഷ്ണനെ കാണാതെ, ഭഗവാനെ കാണാതെ അവർ ഇരിക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ആ എല്ലാ ദുഃഖങ്ങളും, എല്ലാ ആ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഈ ശംഖനാദം കേൾക്കുമ്പോൾ പോവുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഭഗവാനും ഭക്തരും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തെ കുറിച്ച് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണ്. കാര്യം ആ ഒരു വിരഹവേദന അല്ലെങ്കിൽ ഒരു വിപ്രലംബ ഭാവം ഉള്ളിൽ തോന്നുന്നവർക്ക് ഭഗവാന്റെ ആ ഒരു ആഗമനം ഒരുപാട് സന്തോഷം കൊടുക്കുന്നതാണ്. നമുക്ക് ഇതെല്ലാം ഒരു തിയറി ആയിട്ട് തോന്നുന്നു മാത്രം. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു റിഫ്ലക്ഷൻ നമ്മൾ ഇവിടെ എടുക്കുവാണെങ്കിൽ, അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു നിഴൽ എടുക്കുവാണെങ്കിൽ, ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നമുക്ക് കാണാം. ചെറിയ കുട്ടികൾ, വളരെ KG-യിലും UKG LKG-യിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആയിരിക്കും, മിക്കവാറും അമ്മമാരായിരിക്കും കൊണ്ട് ബസ്, അതായത് വീടിന്റെ പുറത്ത് വന്ന അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ താഴെ ഇറങ്ങി കുട്ടിയെ പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞ് ബസ് തിരിച്ച് സ്കൂളിൽ പോയി 5-6 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വരാൻ വേണ്ടി അമ്മ അങ്ങനെ കാത്തിരിക്കുമായിരിക്കും. കാര്യം കുട്ടി ചെറിയ കുട്ടിയാണ്, കുട്ടിക്ക് ഒന്നാമത് പരിചയക്കേടുണ്ട്, ആ കാണാതെ ഉള്ള ഒരു വിഷമമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുട്ടിയാണെങ്കിലും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുവാണ് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നുള്ളത്. ആ സമയത്ത് ബസിന്റെ ശബ്ദം തന്നെ അകലെ നിന്ന് കേൾക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ സന്തോഷം തോന്നുന്നു. ബസ് വരാറായി, ബസിന്റെ അല്ലെങ്കിൽ അകലെ നിന്ന് ആ ബസ് തിരിഞ്ഞു വരുന്നത് കാണുമ്പോൾ ആ ഒരു കാഴ്ചയിൽ തന്നെ ഒരുപാട് സന്തോഷമാണ് ഉള്ളിൽ തോന്നുന്നത്. ഇത് നിഴല് പോലുമല്ല. എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഒരു ഭൗതിക ലോകത്തില് നമുക്ക് ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു പവിത്രത അല്ലെങ്കിൽ ആ ശുദ്ധമായിട്ടുള്ള പ്രേമം കുറച്ചെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്നത് അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം, അതും തുടക്കത്തിലെ കുറച്ച് സമയം മാത്രം. കുട്ടി വലുതായി ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തിലും സ്വാർത്ഥതകൾ വരുന്നു. കാര്യം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഒരു പിഞ്ചു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ
ചെറിയ കുട്ടി, അതായത് പൂർണ്ണമായിട്ടും അച്ഛനെയും അമ്മയും ആശ്രയിക്കുന്ന ഒരു അവസ്ഥ ഏത് സമയം വരെയാണോ ഉള്ളത്, അതുവരെയുള്ള സ്നേഹം നിസ്വാർത്ഥം. അതുവരെയുള്ള സ്നേഹബന്ധം നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമായിരിക്കും ഒരു പരിധിവരെ. ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കുറച്ച് ശുദ്ധമായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ പ്രായം കൂടുന്നതനുസരിച്ച് അതിന്റെ പവിത്രതയും അതിലുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ഭാവമെല്ലാം പോകും. ഒരു അമ്മയ്ക്ക് ആ ഒരു ഫീലിങ്സ്, അകലെ നിന്ന് ബസ് കാണുമ്പോൾ തന്നെ, ഇനി ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഹോണും അടിക്കും ബസ്. ഇവിടെ ഈ രാജ്യത്തൊന്നും ഹോൺ കേൾക്കില്ല. ബസ് വരുന്നത്, ബസിന്റെ ശബ്ദവും, അല്ലെങ്കിൽ ബസ് നിർത്തുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാക്കും. കാര്യം വണ്ടികൾ പോവാതിരിക്കാൻ, അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒന്നും വണ്ടി പോകാൻ പാടില്ല, പോയി കഴിഞ്ഞാൽ ഫൈൻ ആണ്. അപ്പോൾ ബസ്സിൽ നിന്ന് ഒരു അലാം വരും, ഒരു ശബ്ദം ഉണ്ടാവും, അതായത് ക്രോസ് ചെയ്ത് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോഴും ശംഖുനാഥം പോലെയാണ് അമ്മയ്ക്കും അച്ഛനും. അമ്മയാണോ കാത്തു നിൽക്കുന്നത് വെച്ചാൽ അമ്മയ്ക്ക് ഓ കുട്ടിയുടെ ബസ് എത്തി. അതേപോലെ ഇവിടെ കാര്യം ഭഗവാനുമായിട്ട് പിരിഞ്ഞിരിക്കുന്നതും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതിന്റെ വിരഹവേദന ഉണ്ടെങ്കിൽ തോന്നണമെങ്കിൽ അതിനുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ അത്രമാത്രം വേണം. കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിയാണോ? അത് നമുക്ക് കുറച്ചായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഭഗവാനുമായിട്ടുള്ള സ്നേഹവും വിപ്രലംബഭാവവും പ്രേമവും ഒക്കെ നമ്മുടെ ദൃഷ്ടിക്ക് അപ്പുറത്താണ്. കാര്യം ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഇല്ല. എന്നാൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവുന്നത് പറയുമ്പോൾ യെസ്, അത് ഇപ്പൊ ഈ കുട്ടിയും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം, ചെറിയ കുട്ടിയും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം, ആ ഒരു ഭാവം കുറച്ച് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാം. പക്ഷെ ഒന്ന് ആലോചിക്കണം, അതിലും ഒരുപാട് സ്വാർത്ഥതയും ഒരുപാട് എന്താ പറയാ അനർത്ഥങ്ങളും ഒക്കെ ഉണ്ട്. ആ ഭാവം പ്രോപ്പർ അല്ല. എന്നാൽ ആത്മീയമായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. അപ്പോൾ എത്രമാത്രം ആനന്ദമായിരിക്കും രണ്ടു കൂട്ടർക്കും. അതായത് കാത്തിരിക്കുന്ന രണ്ടുപേരും കാത്തിരിക്കുകയാണ്. ഭഗവാനും കാത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭക്തരെ കാണുവാൻ, അതേപോലെ ഭക്തരും കാത്തിരിക്കുന്നു ഭഗവാനെ കാണുവാൻ. രണ്ടുപേരുടെ കൂട്ടത്തിലും രണ്ടുപേരുടെ ഹൃദയത്തിലും ഉള്ള ആ ഒരു സന്തോഷം, ആനന്ദം എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ശ്രീല പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ദ്വാരകവാസികളെല്ലാം ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നു കുറെ മാസങ്ങൾ. അങ്ങനെ അവരെല്ലാവരും ഇപ്പോൾ ഇത് ശബ്ദം കേൾക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രഭു അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെന്റൻസും കൂടെ ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതാണ് പരിശുദ്ധ രാഗ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള പ്രേമം അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള സ്നേഹത്തിന്റെ, ശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ ഒരു സൈൻ അല്ലെങ്കിൽ ഒരു ലക്ഷണം എന്നുള്ളത്. ആ ലക്ഷണമാണ് ഇവിടെ കാണുന്നത്. കാര്യം ദ്വാരകവാസികളുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു സന്തോഷം, അതായത് ജീവൻ നഷ്ടപ്പെട്ട, ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ നമ്മൾ ശ്വാസം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാന്ന് വെക്കുക. വെള്ളത്തിനകത്ത് പെട്ടെന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശ്വാസവും സന്തോഷവും ആ ഒരു അവസ്ഥ. കാര്യം ദ്വാരകവാസികൾ ശ്വാസമില്ലാത്ത അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയിൽ പോലെ ആയിരുന്നു അവര് ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് സമാധാനമായി, സന്തോഷമായി. ശ്ലോകം 2. ഉച്ചകാശേദവലോധരോ പി ഉരുക്രമസ്യാധര ശോണശോണിമാ ദധ്യാമയാമന കരകഞ്ച സംപുടേ യഥാബ്ജകണ്ഠേ കലഹംസ ഉത്സ്വനഃ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. സ ഉച്ചകാശേ തവളോത്തരോത്തരോ അഭി ക്രമസ്വാത്തര ശോണശോണിമാം ദാത്മായ മാനഹ കരകഞ്ച സംഭൂടേ യഥാബ്ജഖണ്ഡേ കളഹംസ ഉത്സനഃ. വിവർത്തന ശ്രീല പ്രഭാതർ കീച്ചെ. ഭഗവാൻ കയ്യിലേന്തി മുഴക്കിയ ധവള നിറമാർന്ന വലിപ്പമേറിയ ശംഖ് അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ അധരസ്പർശത്താൽ രക്തവർണ്ണിതമായി കാണപ്പെട്ടു.
ചുവന്ന താമരയുടെ തണ്ടുകളിൽ വെളുത്ത അരയന്നം വിളയാടുന്നത് പോലെ അത് തോന്നിപ്പിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മനോഹരമായിട്ടുള്ള കാഴ്ച. ഇവിടെ ഭഗവാന്റെ ശംഖ് വെളുത്ത നിറത്തിലാണ്. അതിമനോഹരമായിട്ടുള്ള പാഞ്ചജന്യം ശംഖ്. ആ ശംഖ് ഭഗവാന്റെ അധരത്തിൽ അധരാമൃതം അല്ലെങ്കിൽ ഭഗവാന്റെ അധരത്തിൽ അത് തൊടുമ്പോൾ, കാര്യം ശംഖ് ഊതാൻ നേരത്ത് ഭഗവാൻ അധരം അതിൽ സ്പർശിക്കുന്നു. ആ സമയത്ത് പറയുന്നു അതിന്റെ നിറം, ഭഗവാന്റെ ആ അധരം, അതീന്ദ്രിയമായിട്ടുള്ള അധരത്തിലെ ആ ഒരു ഷോണിമ എന്ന് പറയുമ്പോൾ ചുവപ്പ് നിറം, അതിമനോഹരമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ചുവപ്പ് നിറം, അത് നമ്മളെ തോന്നിപ്പിക്കുന്നു. അകലെ നിന്ന് കാണുമ്പോൾ കാണുന്ന ആളുകൾക്ക് അത് തോന്നിപ്പിക്കുന്നു. എങ്ങനെയാണോ ഒരു ചുവന്ന താമരയ്ക്കുള്ളിൽ ഒരു വെളുത്ത അരയന്നം വന്ന് ഇങ്ങനെ കൂടി നിൽക്കുന്നത്. കാര്യം അരയന്നങ്ങൾ എപ്പോഴും, ഈ അരയന്നങ്ങളുടെ മെയിൻ ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അരയന്നങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ നല്ല താമരയും നല്ല പുഷ്പങ്ങളും ഒക്കെ ഉള്ള തടാകത്തിൽ ഇങ്ങനെ സന്തോഷത്തോടുകൂടി അങ്ങനെ നീന്തി നടക്കും. വളരെ ഇഷ്ടമാണ്. കാര്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അരയന്നം ഉണ്ടാവുള്ളൂ. അല്ലാതെ മോശമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവില്ല. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അരയന്നത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് താമര കാണുമ്പോൾ, താമരയുടെ തണ്ട്, താമര കാണുമ്പോൾ ഒരുപാട് ഒരു സന്തോഷം തോന്നുന്നു, ആനന്ദം തോന്നുന്നു അരയന്നത്തിന്. അരയന്നം ഉടനെ തന്നെ തലയെടുത്ത് കഴുത്തെടുത്ത് ആ താമരയുടെ തണ്ടിൽ ഇങ്ങനെ ചുരുണ്ട് തല ഇങ്ങനെ ചുറ്റി വെച്ച് ഇരിക്കും. ഭയങ്കര ഇഷ്ടമാണ് അരയന്നത്തിന്. ആ ഒരു കാഴ്ച പോലെയാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ അധരങ്ങൾ ആ ശംഖിൽ തൊടുമ്പോൾ ചുവപ്പ് നിറമായി മാറുന്നു. ഇവിടെ ആചാര്യന്മാർ വേറൊരു കാര്യം കൂടെ പറയുന്നു. ഇവിടെ ത്രിവേണി സംഗമം ഉണ്ട് എന്നുള്ളത്. ത്രിവേണി സംഘം എന്താണ്? ത്രിവേണി സംഘം, ത്രിവേണി എന്ന് പറയുമ്പോൾ 3 നദികളാണ്. ഗംഗ, ജമുന, സരസ്വതി. ഗംഗയുടെ നിറം വെളുത്തത്, ജമുനയുടെ നിറം ഇരുണ്ട നിറം അല്ലെങ്കിൽ ശ്യാമ നിറം, മൂന്നാമത്തെ സരസ്വതിയുടെ നിറം ചുവപ്പാണ് പറയുന്നത്. അപ്പോൾ ഈ 3 നിറവും ഇവിടെ കാണാം. കാര്യം ഭഗവാന്റെ അധരങ്ങൾ സരസ്വതിയാണ്, ചുവപ്പ് നിറമാണ്. ഭഗവാന്റെ ശരീരമാണെങ്കിൽ ഇവിടെ നമുക്ക് ശരീരത്തെ ഉപമിക്കാം, അല്ലെങ്കിൽ വെള്ളം, അരയന്നവും താമരയുമുള്ള വെള്ളത്തിന്റെ നിറം നീല കളറാണ്. അപ്പോൾ ഭഗവാന്റെ ശരീരം ആയിട്ട്, ആ ശരീരത്തിലെ ശ്യാമവർണ്ണമായിട്ട് നമുക്ക് അവിടെ ഉപമ കാണാം. അതേപോലെ ചുവന്ന താമര എന്ന് പറയുന്നത് ഭഗവാന്റെ അധരം, അതേപോലെ വെളുത്ത അരയന്നം പോലെ ഭഗവാന്റെ ശംഖും. അങ്ങനെ ഇവിടെ ഒരു ത്രിവേണി സംഗമം കാണാൻ പറ്റുമെന്ന് പറയുന്നു. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നു, ഭഗവാന്റെ പാദങ്ങളും അവിടെയും ത്രിവേണി സംഗമമുണ്ട് എന്നുള്ളത്. അതിമനോഹരം. അദ്ദേഹം പറയുന്നു, ഭഗവാന്റെ ആ പാദത്തിന്റെ ഭാഗത്ത്, പാദത്തിന്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ പാദത്തിന്റെ നിറം എന്താണ്? ശ്യാമ നിറമാണ്. അതിമനോഹരമായിട്ടുള്ള നീല കളറാണ്, നീല നിറം, ശ്യാമ നിറം. എന്നാൽ അപ്പോൾ അത് എന്താണ്? യമുനയാണ്. അവിടെ യമുനയായിട്ടാണ് ഉപമ വരുന്നത്. ഇനി വെളുത്ത ഭഗവാന്റെ ആ നഖങ്ങളുണ്ട്, പാദങ്ങളിലെ നഖങ്ങൾ. ആ നഖങ്ങൾ അവിടെ ഗംഗയായിട്ട് പറയുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങളുടെ താഴെയുള്ള ഭാഗം ചുവന്ന നിറത്തിലാണ്. അപ്പോൾ അതെന്താണ്? അവിടെ അത് എന്തായിട്ടാണ് ഉപമിക്കുന്നത്? സരസ്വതിയായിട്ട്. അപ്പൊ അവിടെയും ത്രിവേണി സംഗമമുണ്ട്. ഗംഗ, ജമുന, സരസ്വതി. വേറെ ഒരു ആചാര്യം പറയുന്നു, ഭഗവാന്റെ പാദങ്ങളിലെ ആ ചുവപ്പ് നിറത്തിന്റെ കാരണം, പാദങ്ങളുടെ താഴെയുള്ള ചുവപ്പ് നിറത്തിന്റെ കാരണം, സൂര്യദേവനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യദേവന്റെ രഥം, സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രഥത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അങ്ങനെയാണ് ഈ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അതിന്റെ സമയമുണ്ട്. ആ സമയം അനുസരിച്ച് ഇതിങ്ങനെ രഥം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അതാ നമ്മൾ 5ാമത്തെ സ്കന്ധത്തിൽ ഇതെല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. അപ്പോൾ ആ സമയത്ത് ഈ സൂര്യദേവന്റെ രഥം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യദേവന്റെ രഥം ഓടിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അരുണൻ എന്നാണ്. അരുണൻ. ഗരുഡന്റെ
സഹോദരനാണ് അരുണൻ. അരുണന്റെ നിറം പറയുന്നത് ഒരു ചുവപ്പ് നിറമാണ്. കാര്യം നമ്മൾ കാണാം, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ, സൂര്യൻ ഉദിക്കുന്നേക്കാൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ, വെളുപ്പാങ്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ, സൂര്യൻ ഉദിക്കുന്നേക്കാൾ മുമ്പ് ഒരു ചുവന്ന നിറമാണ് ആദ്യം വരുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക. അരുണന്റെ നിറമാണ്. കാര്യം അരുണൻ, അതായത് ഭഗവാന്റെ സൂര്യദേവന്റെ രഥം. യെസ്, സൂര്യദേവന്റെ രഥം ഓടിക്കുന്ന അരുണനെ ആണ് ആദ്യം കാണുന്നത്. അതുകൊണ്ടാണ് ആ ചുവപ്പ് നിറം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഇവിടെ പറയുന്നു, ഒരു ആചാര്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സൂര്യന്റെ ചൂട് അറിയാം. അപ്പൊ അരുണദേവൻ എത്രമാത്രം ചൂട് സഹിക്കുന്നുണ്ടാവും. അപ്പോൾ അരുണൻ എന്താണ് ചെയ്യുന്നത്? ചൂട് സഹിക്കാതെ, ചൂടിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണന്റെ ശ്രീചരണങ്ങളെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അങ്ങനെ അരുണൻ ഭഗവാന്റെ ശ്രീചരണങ്ങളെ ആശ്രയിച്ചത് കൊണ്ടാണ്, അതായത് എപ്പോഴും അദ്ദേഹം ഭഗവാന്റെ പാദങ്ങളാണെങ്കിൽ കോടി ചന്ദ്രന്റെ അത്രമാത്രം ശുശീതളമാണ്. നിതായ് പദകമല കോടി ചന്ദ്ര ശുചിതലം. അതായത് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ചന്ദ്രന്മാരുടെ ആ ഒരു തണുപ്പാണ് ഭഗവാന്റെ പാദങ്ങൾക്കുള്ളത്. അപ്പോൾ അരുണന് ഇടയ്ക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി അരുണൻ ഭഗവാന്റെ ശ്രീചരണങ്ങളെ ആശ്രയിക്കുന്നു. ആ ചൂടിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടുകയാണ് ചെയ്യുന്നത്, അദ്ദേഹം ഭഗവാന്റെ ശ്രീചരണങ്ങളെ ആശ്രയിക്കുമ്പോൾ. അതുകൊണ്ടാണ് അരുണൻ ഇരിക്കുന്നു അവിടെ. അതുകൊണ്ടാണ് ചുവന്ന നിറമെന്ന് ഒരു ആചാര്യം പറയുന്നു. അതിമനോഹരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് ത്രിവേണി സംഗമം പറഞ്ഞപ്പോൾ ഓർത്ത കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇനി ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ അരയന്നം താമരയിൽ ഇങ്ങനെ, താമരയുടെ തണ്ടിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന കഥ നമ്മൾ പറഞ്ഞു, കാര്യം നമ്മൾ പറഞ്ഞു. അരയന്നം എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് പല സ്ഥലങ്ങളിലും ഈ അരയന്നവും താമരയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് കാണാൻ സാധിക്കും. കുലശേഖര ആൾവാറും അദ്ദേഹത്തിന്റെ മുകുന്ദമാലയിൽ പറയുന്നുണ്ട്, കൃഷ്ണത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്വൈവമേ വിശദു മാനസ രാജഹംസ പ്രാണപ്രയാണ സമയേ കപവാത പിത്തേ കണ്ഠാവരോധന വിദോ സ്മരണം കുതസ്തേ. അവിടെ കോണ്ടെക്സ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത്, അതായത് എന്തിന് ഇനി വയസ്സായി, പ്രാണപ്രയാണ സമയേ, പ്രാണൻ പോകുന്ന സമയത്ത്, അതായത് വയസ്സാവുന്നവരെ ഞാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാര്യം ആ സമയത്ത് കഫവും വാതവും പിത്തവും ഒക്കെ എനിക്ക് വരും. ആ സമയത്ത് ഭഗവാനെ സ്മരിക്കുവാൻ, ഭഗവാന്റെ സ്മരണ എനിക്ക് ഉണ്ടാവില്ല. കാരണം ശരീരം വഴങ്ങില്ല, കണ്ഠമൊക്കെ വരണ്ടു പോകുന്നു. ഭഗവാന്റെ നാമം ചൊല്ലുവാനോ ഭഗവാനെ ഓർക്കുവാനോ സ്മരണ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ, ഈ സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് തന്നെ, കൃഷ്ണത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്യൈവമേ വിശദു മാനസ രാജഹംസ. എങ്ങനെയാണോ ഒരു രാജഹംസം താമരത്തണ്ടിൽ ഇങ്ങനെ മുഴുകി എപ്പോഴും ഇങ്ങനെ ചുരുണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്, അതേപോലെ എന്റെ മനസ്സും ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കട്ടെ. എങ്ങനെയാണോ ഒരു അരയന്നം ചുരുണ്ടിങ്ങനെ കഴുത്ത് വെച്ച് ഇരുന്ന് ആ ഒരു കൃഷ്ണന്റെ, അല്ലെങ്കിൽ അതായത് അരയന്നത്തിന് ഒരുപാട് ആനന്ദമാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അതേപോലെ ഭഗവാന്റെ ശ്രീചരണങ്ങൾ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് എല്ലാ ആനന്ദവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുലശേഖര ആൾവാർ പറയുന്നു, വയസ്സാവാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നില്ല, ഇപ്പോൾ തന്നെ. എന്തിന് കാത്തു നിൽക്കണം? ഇപ്പോൾ തന്നെ അത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെയും ഒരു ഉപമ വരുന്നുണ്ട് അരയന്നവുമായിട്ട് താമരയുമായിട്ട്. അതുകൊണ്ട് അത് ഓർത്തു എന്ന് മാത്രം. ശ്രീല പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പിന്നീട് പറയുന്നു, ഭക്തിയുത സേവനങ്ങളിലൂടെ, പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു,
വേറൊരു കാര്യം കൂടെ ഇവിടെ നമ്മളെ സൂചിപ്പിക്കുന്നത്, ഈ ശംഖ് എന്ന് പറയുന്നത് ഒരു ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് കണക്കാക്കുവാണെങ്കിൽ ഭഗവാന്റെ ശംഖ് അതീന്ദ്രിയമാണ്. പക്ഷെ നോർമലി ഒരു ഉപമയായിട്ട് പറയുന്നു, നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു പാഠം എന്താണെന്നുള്ളത്. അതായത് ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് ശംഖിനെ എടുക്കുവാണെങ്കിൽ ആ ശംഖ് ഭഗവാന്റെ ആ ഒരു അധരം അവിടെ തൊടുമ്പോൾ, ഭഗവാന്റെ ഒരു സ്പർശനം ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശംഖിന്റെ നിറം മാറുന്നു, ശംഖ് ചുവപ്പാവുന്നു. അപ്പോൾ അത് ഇവിടെ ഉപമിക്കുന്നത്, ആചാര്യന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെയാണ് ഭൗതികമായിട്ടുള്ള ശരീരമുള്ള നമ്മൾ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ, നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഭഗവത് സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും അതീന്ദ്രിയമാവുന്നു, അല്ലെങ്കിൽ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ശരീരം ഭൗതികമായിരിക്കും, പക്ഷേ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്തും മുക്തി നേടിയതുപോലെയാണ്. കാര്യം അതീന്ദ്രിയ അവസ്ഥയിലേക്ക്, കാര്യം ഇന്ദ്രിയങ്ങൾ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുമ്പോൾ എല്ലാം അതീന്ദ്രിയമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ നിറം മാറുന്നത് പോലെ അതാണ് ഒരു പാഠമായിട്ട് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. സ്പിരിച്വലൈസ് ചെയ്യാൻ വേണ്ടി ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം വരുമ്പോഴാണ് ആത്മീയമാവുന്നത്. ഭൗതികമായിട്ടുള്ള വസ്തുക്കളൊക്കെ ആത്മീയമാവുന്നു എന്നുള്ളത്. ഹരേ കൃഷ്ണ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. ശ്ലോകം 3 നോക്കാം. തം ഉപശ്രുത്യ നിനദം ജഗത് ഭയാവഹം പ്രത്യുദ്യയോ പ്രജാ സർവ ഭ്രാതർദർശന ലാലസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ പ്രഭു? വായിക്കും. അടുത്ത ശ്ലോകം ഹരേ ഞാൻ കൃഷ്ണ. മാതാജി വായിച്ചു. യെസ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ത ഉപപ്സുത്യ നിനഥം ജഗത് ഭയാവഹം പ്രത്യുദ്യയോ പ്രജാ സർവ ഭർത്തൃദർശന ലാലസ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതി ജയ്. ഹരേ കൃഷ്ണ. ഭൗതിക ലോകത്തിൽ ഭയസ്വരൂപത്തെ പോലും ഭയപ്പെടുത്തുന്ന ആ ശബ്ദം കേട്ട ദ്വാരകവാസികൾ ദീർഘകാലം ആഗ്രഹിച്ച ഭക്ത സംരക്ഷകനായ ഭഗവാന്റെ ദർശനത്തിന് ആയി മാത്രം അവിടുന്ന് നേരെ അതിശീഘ്രം ഓടിയെടുക്കുവാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ആ ശംഖനാദം കേട്ടപ്പോൾ ഭയം ഒരു ഭയമാവുന്ന, അല്ലെങ്കിൽ നമ്മളെ എല്ലാത്തിന്റെയും പുറകിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് പറയുമ്പോൾ, ഭൗതിക ലോകത്തിലെ ഭയം എന്ന് പറയുന്നതും അവിടെയും അതിന്റെ പുറകിൽ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പോലും പേടിച്ചോടുന്നു ഭഗവാന്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ, അതായത് ഭഗവാന്റെ ശംഖനാദം കേൾക്കുമ്പോൾ. അതേപോലെ തന്നെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ഭക്തരുടെയും ദ്വാരകവാസികളുടെ ഹൃദയത്തിലുള്ള പേടിയെല്ലാം പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ആദിയും പേടിയും എല്ലാം മാറുകയാണ് ചെയ്യുന്നത്. കാര്യം ഭഗവാൻ തിരിച്ചു വന്നതിന്റെ ലക്ഷണമാണ്. അങ്ങനെ അവരെല്ലാവരും ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഓടി വരുന്നു. എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ഭഗവാനെ ആശ്രയിക്കുന്നു. അതാണ്. അപ്പോൾ അവര് ഇത്രയും ഭ്രാതൃദർശന ലാലസ. ഭ്രാതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷകൻ. ദർശന എന്ന് പറയുമ്പോൾ ഭഗവാനെ കാണാനുള്ള ആ അതിയായിട്ടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ കാണാനുള്ള കാണുന്നത് തന്നെയാണ് ദർശനം. ലാലസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിയായിട്ടുള്ള ആഗ്രഹം. ദർശന ലാലസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കാണുവാനുള്ള അതിയായിട്ടുള്ള അത്യാഗ്രഹം പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അതിയായിട്ടുള്ള ആഗ്രഹം. ലാലസ അല്ലെങ്കിൽ ലൗല്യം എന്ന് പറയുന്ന പോലെ അതാണ് ഇവിടെ കാണുന്നത്. കാര്യം ഭഗവാൻ എല്ലാവരുടെയും സംരക്ഷകനാണ്. ആ ഭഗവാനെ കാണാൻ വേണ്ടി ദ്വാരകവാസികൾ അവരുടെ ഹൃദയം ഓടുന്നു. അവരും ഫിസിക്കലി കുറെ പേർ ഓടുന്നുണ്ട് ഭഗവാന്റെ അടുത്തേക്ക്. അല്ലാതെ ചില ആളുകൾ ചെയ്യുന്ന പണികളെല്ലാം നിർത്തിവെച്ച് പകുതി വെച്ച് ഓടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ. കാര്യം അവരുടെ സംരക്ഷകൻ, അവരുടെ എല്ലാമായിട്ടുള്ള ഭഗവാൻ എത്തിയിരിക്കുന്നു. അപ്പോൾ കൃഷ്ണനെ കാണാനുള്ള ലാലസ, അല്ലെങ്കിൽ ആ ഒരു അതിയായിട്ടുള്ള ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ എത്രയോ മാസങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വന്നു എന്നറിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഓടുന്നു. അപ്പോൾ ഈ ലാലസ ഇവിടെ പോസിറ്റീവായിട്ട്, ഇവിടെ നെഗറ്റീവായിട്ടുള്ളൊരു മീനിങ് അല്ല. കാര്യം ലാലസ, ലൗല്യം എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ കാണുന്നുണ്ടാവും. അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നു. നെഗറ്റീവായിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഭൗതികമായിട്ടുള്ള
അതിയായിട്ടുള്ള ആസക്തിയെ ലാലസ, ലൗല്യം എന്നൊക്കെ പറയും. അതായത് ഭൗതിക വസ്തുക്കളോടുള്ള അതിയായിട്ടുള്ള അത്യാഗ്രഹത്തിനെ ലാലസ എന്നും അല്ലെങ്കിൽ ലൗല്യം എന്നൊക്കെ പറയും ആ കോണ്ടെക്സ്റ്റിൽ. എന്നാൽ ഇവിടെ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഭഗവാനെ കാണുവാൻ അല്ലെങ്കിൽ ഭക്തി സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ സേവനങ്ങൾക്ക് വേണ്ടി ലാലസ വേണം. അതുകൊണ്ടാണ് ശ്രീ രാമാനന്ദ റായ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്, കൃഷ്ണ ഭക്തിരസ ഭാവിതാമധി ക്രിയതാം യതി കുതോപി ലഭ്യതേ തത്ര ലൗല്യം അപി മൂല്യം ഏകലം ജന്മകോടി സുകൃതിർ ന ലഭ്യതേ. അദ്ദേഹം പറയുന്നു, കൃഷ്ണഭക്തി രസഭാവിതാമതി, കൃഷ്ണഭക്തിയുടെ ആ രസം, അതായത് കൃഷ്ണാവബോധം ഉദ്ദേശിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിലെ ഈ ഒരു വരിയിൽ നിന്നാണ് ശീല പ്രഭുപാജി അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന് അദ്ദേഹം ആ ഒരു പേര് കൊണ്ടുവന്നിട്ടുള്ളത്. കൃഷ്ണ ഭക്തി രസ ഭാവിതാമതി, അതായത് മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ മനസ്സിൽ മുഴുവനും കൃഷ്ണഭക്തി രസ ഭാവം, അതായത് ആ ഭഗവാനോടുള്ള പരിശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ രസം ഇങ്ങനെ ഇരിക്കുന്നു. ആ മതി, ആ ബുദ്ധി അല്ലെങ്കിൽ ആ കോൺഷ്യസ്നസ്, അതാണ് കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ കൃഷ്ണാവബോധം. ക്രിയതാം യതി കുതോപി ലഭ്യതേ, ഇതെല്ലാം എളുപ്പമല്ല. അതായത് ഈ പരിശുദ്ധമായിട്ടുള്ള കൃഷ്ണപ്രേമം, ഈ ഒരു അവബോധം, കൃഷ്ണാവബോധം ക്രിയതാം യതി കുതോപി ലഭ്യതേ, അങ്ങനെ എളുപ്പത്തിലൊന്നും കിട്ടുന്നതല്ല. അതായത് ജന്മകോടി സുകൃതിർന ലഭ്യതേ, ജന്മജന്മാന്തരങ്ങളിലെ കോടി സുകൃതി ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അതായത് ഒരുപാട് പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു, ആയിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ, എന്നാലും കൃഷ്ണഭക്തി കിട്ടില്ല. കൃഷ്ണഭക്തി കിട്ടണമെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളൂ, അതാണ് പറയുന്നത് ക്രിയതാം യതി കുതോപി ലഭ്യത, അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. ജന്മകോടി ന സുകൃതിർന ലഭ്യത, കോടി ജന്മങ്ങൾ എടുത്തു നമ്മൾ സുകൃതിയെല്ലാം നമ്മൾ അക്യുമുലേറ്റ് ചെയ്തു, അതുകൊണ്ടും ഭക്തി കിട്ടില്ല. പരിശുദ്ധമായിട്ടുള്ള ഭക്തി എവിടെ നിന്ന് വരുന്നു? തത്ര ലൗല്യം അപി മൂല്യം ഏകലം. ഇതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, തത്ര ലൗല്യം. ലൗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലസ അല്ലെങ്കിൽ അതിയായിട്ടുള്ള ആഗ്രഹം, അതിയായിട്ടുള്ള ആഗ്രഹം, ഭഗവാനോടുള്ള ആഗ്രഹം, ഭക്തി സേവനങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം, സേവനത്തിനുള്ള ആഗ്രഹം, അതാണ് അപി മൂല്യം ഏകലം. ഇതാണ് ഏക മൂല്യം. അതായത് നമുക്ക് ഇത് മാർക്കറ്റിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമല്ല ഭക്തി, പരിശുദ്ധ ഭക്തി. ആ ഒരു ലാലസ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, ആ ഒരു ലൗല്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഈ ഒരു കാര്യത്തിനായി നമ്മുടെ ലാലസയും ലൗല്യവും ഒക്കെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളോടും സാധനങ്ങളോടും ആളുകളോടുമാണ്, എന്നാൽ ഭഗവാനോടല്ല. എന്നാൽ ആ ലൗല്യം നമുക്ക് ഭഗവാനോടുണ്ടെങ്കിൽ, ലാലസയുണ്ടെങ്കിൽ നമുക്ക് ഭക്തി, പരിശുദ്ധ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ വരും. ആ ലാലസ ആദ്യം ഉണ്ടാവണം. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഭഗവാൻ ഒരു പരിശുദ്ധ ഭക്തനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, അദ്ദേഹം നമുക്ക് തരുന്നു. അതേപോലെ തന്നെ ഭക്തരുടെ സംഘം ഭഗവാൻ നമുക്ക് തരുന്നു. ഇതെല്ലാം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ശരിയാണോ? തീർച്ചയായിട്ടും. അതിന് ഭഗവാനോടുള്ള അല്ലെങ്കിൽ ഭക്തി സേവനങ്ങൾ ചെയ്യുവാനുള്ള ഉള്ളിലൊരു ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഭഗവാൻ ചെയ്തു തന്നിട്ടുള്ളതാണ്. നമുക്ക് സത്സംഗം കിട്ടുന്നു, ഭാഗവതവും ഭഗവത്ഗീത ഒക്കെ കേൾക്കാനുള്ള അവസരം, പ്രഭുപാദിന്റെ ഫാമിലിയിലേക്ക് വരാൻ പറ്റുന്നു. ഇതേപോലെ ആത്മാർത്ഥയോട് കൂടിയിട്ടുള്ള ഭക്തരുടെ കൂടെ ഇരുന്ന് ഭാഗവതം കേൾക്കുവാനും പഠിക്കുവാനുള്ള അവസരം തന്നിരിക്കുന്നു. അതേപോലെ വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ നമ്മുടെ മുമ്പിൽ നമുക്ക് തരുന്നു, സംഘം തരുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ഇതെല്ലാം ഭഗവാന്റെ കൃപയാണ്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി എന്താണ്? ഇനി അതോടുകൂടി നമ്മുടെ ലാലസ ലൗല്യം ഒക്കെ പോവാൻ പാടൂ? പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കും, ഇങ്ങനെ തന്നെ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കും. എന്നാൽ ലൗലിയ ലാലസ ഒരിക്കലും പോവാൻ പാടില്ല. അതായത് അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ ഒരു ഭക്തി നമ്മൾ പരിശുദ്ധ ഭക്തരായി മാറുമ്പോഴും മാറിക്കഴിഞ്ഞാൽ ഈ ലാലസയും ഈ ലൗല്യമൊക്കെ നമ്മുടെ ഭാവത്തിൽ ആയി പോവും. അതുകൊണ്ട് അത് വേറൊരു സംഭവമായിട്ട് തോന്നില്ല.
നമ്മുടെ എപ്പോഴും പറയില്ലേ, നമ്മുടെ രക്തത്തിലുള്ള പോലെ നാച്ചുറൽ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ശ്വാസം വലിക്കുന്നത് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടാണോ? അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. അതേപോലെ ആയിരിക്കും ഭഗവാനോടുള്ള പ്രേമം ഹൃദയത്തിൽ തോന്നുന്നത്. ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം എല്ലാം നാച്ചുറലായി മാറുന്നു. അപ്പോൾ അതിൽ ആ ആഗ്രഹം ആദ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അതാണ് പറയുന്നത്, അതാണ് മൂല്യം, ഇതിലുള്ള മൂല്യം, ആദ്യത്തെ മൂല്യം. പിന്നെ ആ മൂല്യം ഭഗവാന്റെ കൃപ കൊണ്ടും ഗുരുജനങ്ങളുടെ കൃപ കൊണ്ടും പിന്നെ അത് മെച്ചുവറായി നമുക്ക് പരിശുദ്ധ ഭക്തിയിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഇനീഷ്യലി നമ്മുടെ ഭാഗത്തുനിന്ന് അതിലേക്കുള്ള ഒരു ആഗ്രഹവും പരിശ്രമവും വേണം എന്നുള്ളതാണ് ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, എല്ലാ ദ്വാരകവാസികളും ഭഗവാനെ ആ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവര് ശരിയാണ്, ആത്മീയ തലത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭഗവാൻ കൂടെ ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ ഈ ഭക്തരുടെ ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴും ഉള്ളത് കൊണ്ട് ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ് പരിശുദ്ധ ഭക്തർ. അപ്പോൾ അതുകൊണ്ട് ഒരു വിരഹം എന്ന് പറയുന്നത് ആക്ച്വലി ഇല്ല. ഈവൻ ഗോപികമാരുടെ വിരഹം എന്ന് പറയുന്ന വിപ്രലംബ ഭാവം എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ അത് ആക്ച്വലി എക്സ്റ്റേണലി നോക്കുമ്പോൾ ഒരു വിരഹമായിട്ട് തോന്നും. പക്ഷെ ഉള്ളില് അവർ അനുഭവിക്കുന്ന ആ ഒരു ആനന്ദം അത് അവർക്കേ അറിയുള്ളൂ. കാര്യം ഈ ഹൃദയത്തിൽ എപ്പോഴും സംഭോഗമാണ് ഉള്ളൂ, ഭഗവാനുമായിട്ട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. കാര്യം അത്രമാത്രം സ്മരണയും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഭഗവാൻ എപ്പോഴും ഉണ്ട് ഹൃദയത്തിൽ. അപ്പൊ ഒരിക്കലും പിരിയുന്ന ഒരു അവസ്ഥയില്ല. പുറമെ നിന്ന് നോക്കുമ്പോൾ ആ പിരിയുന്ന പോലെ നമുക്ക് തോന്നുന്നു മാത്രം. അപ്പോൾ ഈ ഒരു ഭാവം പ്രഭുപാദ് പറയുന്നു, ഗോപികമാര്, വൃന്ദാവനത്തിലെ ഗോപികമാര് അവരും ഈ ഒരു ഭാവം അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭാവത്തിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അവർ കൃഷ്ണനെ മാത്രമേ കാണുന്നുള്ളൂ. കാര്യം ആ ഒരു അദ്ദേഹം കൂടെ ഇല്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, അദ്ദേഹം ദ്വാരകയിലേക്കും മധുരയിലേക്കും പോയി. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുകയാണ്. കൂടെ ഉള്ള സമയത്ത്, ഫിസിക്കലി ഭഗവാൻ കൂടെ ഉള്ള സമയത്തേക്കാൾ കൂടുതൽ ഒരു അതിയായിട്ടുള്ള ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റുമാണ് ഭഗവാൻ ഫിസിക്കലി ഇല്ലാത്ത സമയത്ത്. ഒരു വ്യക്തി പിരിയുമ്പോൾ നമുക്ക് കൂടുതൽ ആ വ്യക്തിയോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടത്തെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയുള്ള അങ്ങനെയുള്ള സ്നേഹമൊക്കെ കുറച്ച് നേരത്തേക്കോ കുറച്ച് സമയത്തേക്കോ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയും പോയി, എല്ലാം പോയി, നമ്മൾ പിന്നെ വീണ്ടും നോർമലാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പരിശുദ്ധ ഭക്തര്, ദ്വാരകവാസികളും അതേപോലെ വൃന്ദാവനത്തിലെ വ്രജവാസികളും ഗോപികമാരും അവരുടെ അവസ്ഥ, അവര് എല്ലാ അവസ്ഥയിലും അവർക്ക് ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രഭുപാദ് പിന്നീട് പറയുന്നു, ദ്വാരകവാസികളൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ രാത്രിയിൽ സൂര്യനെല്ലാം അസ്തമിച്ചതിന് ശേഷം പിന്നീട് അടുത്ത ദിവസം വെളിച്ചമാവുമ്പോൾ സൂര്യൻ തിരിച്ചു വരുന്ന ആ ഒരു അവസ്ഥ പോലെയാണ് ആർക്ക്? ദ്വാരകവാസികൾക്ക്. കാര്യം അവർക്ക് അവരുടെ ഒരേ ഒരു രക്ഷകൻ, അവർ വേറെ ആരെയും കാണുന്നില്ല രക്ഷയ്ക്കായി, അല്ലെങ്കിൽ വേറെ ആരെയും ആശ്രയിക്കുന്നില്ല. ഭഗവാൻ ആണ് അവരുടെ എല്ലാം. ഭക്തരുടെ രക്ഷകനാണ് ഭഗവാൻ. ഭക്തരുടെ കൂടെ എപ്പോഴും ഉണ്ട്. പരിശുദ്ധ ഭക്തർ വേറെ ആരെയും ആശ്രയിക്കില്ല, ഭഗവാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ. അതാണ് പരിശുദ്ധ ഭക്തരുടെ ലക്ഷണം. അവര് വേറെ വ്യക്തികളെയോ ദേവതമാരെയോ അല്ലെങ്കിൽ വേറെ സാധനങ്ങളോ ഭൗതികമായിട്ടുള്ള ഒന്നും അവരെ സംബന്ധിച്ച് ഒരു രക്ഷയുമല്ല. അവരാരും ആശ്രയിക്കില്ല. പരിശുദ്ധ ഭക്തർക്ക് ഒരേ ഒരു സംരക്ഷകൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. കൃഷ്ണന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമേ അവർ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലാതെ വേറെ ആരുടെ അടുത്തും പോവില്ല. ഇവിടെ ദ്വാരകവാസികളുടെ ആ ഒരു ഭാവം പ്രഭുപാദ് പറയുന്നു, ഈ ശ്ലോകത്തിലും പറയുന്നു. അതാണ് പറയുന്നത്. ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട്, തം ഉപാശ്രുത്യ നിനദം ജഗത് ഭയാവഹം പ്രത്യുദ്ധ്യയ പ്രജാ സർവ. ഭ്രാതൃ എന്ന് പറയുന്നു. ഭ്രാതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ മാത്രമാണ് അവരുടെ സംരക്ഷകൻ. അതുകൊണ്ടാണ് കുരിശുകാരാൾവാർ പറയുന്നത്, കൃഷ്ണോ രക്ഷതു നോ ജഗത്രയ ഗുരു കൃഷ്ണം നമധ്വം സദാ. കൃഷ്ണോ രക്ഷതു, ഓ കൃഷ്ണ, ഓ സംരക്ഷിക്കൂ,
കൃഷ്ണേ നാഖില ശത്രവോമി നിഹത കൃഷ്ണായ തസ്മൈ നമഃ. കൃഷ്ണാദേവ സമുദ്ദിതം ജഗതി തം കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ തിഷ്ഠതി വിശ്വമേതതഖിലം ഹേ കൃഷ്ണ രക്ഷസ്വ മാം. പരിശുദ്ധ ഭക്തർ എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും. രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള രക്ഷയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അവബോധത്തെ, നമ്മുടെ ആത്മീയ ആ സ്പിരിച്വൽ, നമ്മൾ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള സാധനയാവട്ടെ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആ ഒരു അവബോധമാവട്ടെ, അവബോധത്തെ നഷ്ടപ്പെടാതെ രക്ഷിക്കുവാനാണ് ഈ പ്രാർത്ഥന മുഴുവനും. അല്ലാതെ ഈ ശരീരം മറ്റുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്ന പോലെ ഭഗവാനെ നല്ല ആരോഗ്യവും ആയുസ്സും തരണേ, അതുകൊണ്ട് അങ്ങനെ നല്ല ആരോഗ്യത്തോടും ആയുസ്സോടും കൂടി ഇരിക്കും, കൂടുതൽ പൈസ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും, കൂടുതൽ പൈസ വരട്ടെ, അതിനുവേണ്ടി എനിക്ക് ആരോഗ്യവും ആയുസ്സും ആ ഒരു രക്ഷയല്ല ഇവിടെ കുലശേഖര ആൾവാറോ അല്ലെങ്കിൽ മറ്റുള്ള പരിശുദ്ധ ഭക്തരോ പറയുന്നത്. അവര് പറയുന്ന രക്ഷ മായയുടെ പ്രഭാവത്തിൽ നിന്നുള്ള രക്ഷ, അവബോധം, കൃഷ്ണാവബോധത്തെ സംരക്ഷിക്കാനാണ് പറയുന്നത്. ആ ഒരു രക്ഷയാണ് അവർക്ക് വേണ്ടത്, വേറൊന്നും വേണ്ട. കാര്യം എന്നാലാണ് വേറൊരു ചിന്തയുമില്ല. ഭാവേ ഹൃദയ ഭവനെ ഭാവയേയം ഭവന്തം. ഭഗവാനെ മാത്രം സ്മരിക്കാൻ ആഗ്രഹിക്കുന്നു അവര്. അതുകൊണ്ട് മറ്റുള്ള ബാധകളും ബാധ്യതകളും പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കണേ, അതാണ് അവർ പറയുന്നത്. കാര്യം അങ്ങനെയാവുമ്പോൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കാം, ഭഗവാനെ ഓർക്കാം, സ്മരിക്കാം. ഹേ ലോകാശ്രുത, വേറൊരു ശ്ലോകമുണ്ട്, ഹേ ലോകാശ്രുണത പ്രസൂതി മരണ വ്യാധിശ്ചികിത്സം ഇമാം യോഗജ്ഞാ സമുദാരഹന്തി മുനയോ യം യജ്ഞവൽക്യാദയാ അന്തർജ്യോതിരമേയമേകമൃതം കൃഷ്ണാഖ്യമാപീയതാം തത്പീതാം പ്രശമൗഷധം വിതനുതേ നിർവാണം ആത്യന്തികം. ആ ഒരു ശ്ലോകവും ഏകദേശം കൃഷ്ണോ രക്ഷതുനോ ജഗത്, വേറെ ഭഗവാന്റെ ആ ദിവ്യ ഔഷധത്തെ കുറിച്ച് പറയുന്ന ശ്ലോകം പോലത്തുള്ള ശ്ലോകമാണ്. ഇതും കുലശേഖര ആൾവാറിന്റെ മുകുന്ദമാലയിലുള്ളതാണ്. അവിടെയും പറയുന്നു ഈ ഭഗവാന്റെ ഈ ഒരു പേര്, നാമം, ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം എന്ന് പറയുന്നതാണ് എല്ലാം. അതാണ് ഔഷധം, പരമമായിട്ടുള്ള ഔഷധം എന്ന് പറയുന്നു. അന്തർജ്യോതിരമേയം ഏകമൃതം കൃഷ്ണാഖ്യം ആപീയതാം തത്പീതാം പരമൗഷധം വിതുനുദേ നിർവാണമാത്യന്തികം. ഭഗവാന്റെ അതായത് ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ഈ അസുഖത്തിന്, ഇതൊരു അസുഖമായിട്ട് അദ്ദേഹം പറയുന്നു. അതിന് ഒരേ ഒരു ട്രീറ്റ്മെന്റേ ഉള്ളൂ, എന്താണത്? കൃഷ്ണനാമമാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ആ കൃഷ്ണനാമമാവുന്ന ഔഷധം കുടിച്ചോളൂ, ഇതേ ഉള്ളൂ രക്ഷ, വേറെ ഒന്നും രക്ഷയില്ല. അതാണ് പരിശുദ്ധ ഭക്തരുടെ ഒരേ ഒരു ആഗ്രഹം. പ്രഭുപാദ് ഇത് എന്തുകൊണ്ട് ഈ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തു വെച്ചാൽ, ഈ ഒരു ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, മായയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള ഒരേ ഒരു മാർഗം ഭഗവാന്റെ തിരുനാമമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ശ്ലോകം വന്നത്. കാരണം മായ എന്ന് പറയുന്ന ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ്. ബഹിരാംഗ ശക്തിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ആ ശക്തി, ഭഗവാന്റെ ശക്തി അതീന്ദ്രിയമാണ്, സംശയമൊന്നുമില്ല, ദിവ്യമായിട്ടുള്ളതാണ്. എന്നാലും ഈ മായ നമ്മളെ ഒരുപാട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഹരിനാമത്തിലൂടെയാണ്. ടെംപ്റ്റേഷൻസ് ഒരുപാട് ഉണ്ടാവും, അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു സംരക്ഷണം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമമാണ്. അതുകൊണ്ടാണ് പറയുന്നത് തത്പീതം പരമൗഷധം വിതനുദേ നിർവാണമാത്യന്തികം അന്തർജ്യോതിരമേയം ഏകം അമൃതം. ഇതാണ് ഒരേ ഒരു മെഡിസിൻ, ഇതാണ് ഒരേ ഒരു ഔഷധം. അതുകൊണ്ടാണ് പ്രഭുപാദ് ഇവിടെ താഴെ പറയുന്നത്. ചൈതന്യ മഹാപ്രഭു അതുകൊണ്ട് നമുക്ക് ഇതിനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മളെ മായയിൽ നിന്ന് രക്ഷിക്കാനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ഭഗവാനാണ്. ഭഗവാന്റെ നാമവും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുക, ഭഗവത് നാമത്തെ ആശ്രയിക്കുക, നാമപ്രഭുവിനെ ആശ്രയിക്കുക. അതുകൊണ്ട് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പ്രഭുപാദ് പറയുന്നു, ഹരിനാമത്തിലൂടെ, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ഈ
വ്യാമോഹം എല്ലാം നഷ്ടപ്പെടും എന്നുള്ളത്. എന്താണ് വ്യാമോഹം? വ്യാമോഹ പ്രശമൗഷധം മുനിമനോ വൃത്തി പ്രവൃത്തി ഔഷധം. ആ ശ്ലോകവും അത് തന്നെയാണ് പറയുന്നത്. അവസാനം ശ്രേയ പ്രാപ്തികര ഔഷധം പിബമന ശ്രീകൃഷ്ണ ദിവ്യ ഔഷധം. ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ തിരുനാമം മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ നാമരൂപ ഗുണലീലകളാണ് നമ്മളെ മായിൽ നിന്ന് രക്ഷിക്കുന്നത്, ആ വ്യാമോഹത്തെ മാറ്റുന്നത്. ദിവ്യമായിട്ടുള്ള ഔഷധം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതായിരിക്കണം നമ്മൾ എപ്പോഴും ചൊല്ലേണ്ടതും, അല്ലെങ്കിൽ നമ്മുടെ ഏക ആശ്രയം ഭഗവത് നാമം. ഹരേ കൃഷ്ണ. ശ്ലോകം 4-5. തത്രോപനീത ബലയോ രവേർദീപം ഇവാദൃതാ ആത്മാ രാമം പൂർണ്ണകാമം നിജലാഭേന നിത്യദാ പ്രീതി ഉത്ഫുല്ലമുഖാ പ്രോചൂർ ഹർഷഗദയാ ഗിരാ പിതരം സർവ സുഹൃദം അവിതാരം ഇവാഭക. വായിക്കട്ടെ പ്രഭു. ശ്ലോകം 5. തത്രോപനീതബലയോരാവേർദീപമിവാദൃതഃ ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യദാ പ്രീത്യുത്ഫുല്ലമുഖ പ്രോജിർഹർഷഗദ്ഗദയാ ഗിരാ പിതരം സർവസുഹൃദമ വിതാരമിവാർഭക. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീലപ്രഭുപാദ് കീ ജയ്. പൗരന്മാർ അവരവരുടെ ഉപകാരങ്ങളുമായി ഭഗവാന് മുന്നിൽ ആഗതരായി സ്വശക്തിയാൽ മറ്റുള്ളവർക്കെല്ലാം അവിരാമമായി പ്രദാനം ചെയ്യുന്ന പൂർണ്ണ തൃപ്തനും സ്വയം പര്യാപ്തനുമായ അദ്ദേഹത്തിന് അവയെല്ലാം അവർ സമർപ്പിച്ചു. ഈ ഉപകാരങ്ങളെല്ലാം സൂര്യനെ ആരാധിക്കുമ്പോൾ അർപ്പിക്കുന്ന ദീപം പോലെയായിരുന്നു. എന്നിരുന്നാലും കുട്ടികൾ തങ്ങളുടെ രക്ഷിതാവിനെ, തങ്ങളുടെ പിതാവിനെ സ്വീകരിക്കുന്നത് പോലെ പൗരന്മാർ ഭഗവാനെ സ്വാഗതം ചെയ്യാനായി ഹർഷോന്മത്തമായ മൊഴികളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഹരേ കൃഷ്ണ പ്രഭുജി. ദ്വാരകവാസികൾ കൃഷ്ണനെ കാണുമ്പോൾ ഓടി വരുന്ന കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവർ ഓടി വന്ന് ഭഗവാനെ കാണുമ്പോൾ ഒരുപാട് പാരിതോഷികങ്ങൾ, സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഭഗവാന് കൊടുക്കുവാൻ വേണ്ടി. ആ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നു സന്തോഷത്തോടു കൂടി. ഇവിടെ ശ്ലോകത്തിൽ പറയുന്നു, ഇത് സൂര്യദേവന്റെ നേരെ ഒരു വിളക്ക് കാണിക്കുന്ന പോലെയാണെന്നുള്ളത്. സൂര്യൻ, അതായത് വിളക്ക് നമ്മൾ എന്തിനാണ് വിളക്കിന്റെ ഉദ്ദേശം എന്താണ്? വെളിച്ചം കൊടുക്കാനാണ്. സൂര്യദേവന് നമ്മൾ വെളിച്ചം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരു ചെറിയൊരു വിളക്കിലൂടെ. അതേപോലെ ഈ ഗിഫ്റ്റുകളൊക്കെ, എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്താലും അത് ഭഗവാനെ സംബന്ധിച്ച്, ഭഗവാൻ ആത്മാരാമൻ, അതാണ് ശ്ലോകത്തിൽ പറയുന്നത്. പൂർണ്ണകാമം, ആത്മാരാമൻ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഭഗവാനെ. അങ്ങനെയുള്ള ഭഗവാന് ഇതിനൊന്നും ആവശ്യമില്ല, എന്നാലും ഭഗവാൻ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു ഭക്തർ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോടുകൂടി ആരാണോ പത്രം പുഷ്പം ഫലം തോയം, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും അത് ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി സമർപ്പിക്കുകയാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. അത് ആവശ്യം ഉണ്ടായിട്ടല്ല, അത് ആരാണത് കൊടുക്കുന്നത് അവരുടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇവിടെ ശീലപ്രഭുപാദ് അത് തന്നെയാണ് പറയുന്നത് ഭാവാർത്ഥത്തിൽ. ആത്മാരാമനാണ് ഭഗവാൻ. അദ്ദേഹത്തിന് പുറമേ നിന്ന് ഒന്നും ആവശ്യമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. എന്നാലും അദ്ദേഹം ഭക്തരുമായിട്ടുള്ള ആ ഒരു റെസിപ്രൊക്കേഷന് വേണ്ടി, ആ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന്റെ കൂട്ടത്തിൽ ഗിഫ്റ്റുകൾ കൊടുത്താൽ അതൊക്കെ സ്വീകരിക്കുന്നു. അതേപോലെ നമ്മൾ ഭഗവാനെ സ്തുതിക്കുമ്പോൾ സ്തുതിയും സ്വീകരിക്കുന്നു. സ്തുതിയുടെ ആവശ്യം ഭഗവാനില്ല. ഭഗവാൻ ആ സ്തുതി കിട്ടിക്കൊണ്ട് ഭഗവാന് പോയിന്റ് കൂടുന്നു, അല്ലെങ്കിൽ ആയുസ് കൊടുക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ ആ സ്തുതി, ഭഗവാൻ പ്രത്യേകിച്ചൊന്നും അതിൽ നിന്ന് നേട്ടമില്ല. എന്നാൽ നമുക്ക് നേട്ടമുണ്ട്, സ്തുതിക്കുന്ന ആളുകൾക്ക് നേട്ടമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അത് സ്വീകരിക്കുന്നു, ആ സ്നേഹം കൈമാറുന്നു. ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഈ ശ്ലോകത്തിലും പറയുന്നു, അതായത് വെളിച്ചം സൂര്യദേവന് വിളക്ക് കാണിക്കുന്ന പോലെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, അപ്പോൾ സൂര്യദേവന് വിളക്ക് കാണിക്കുന്നത് സൂര്യദേവന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഭഗവാന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതോ ഭഗവാന് നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കുന്നത്, ഭഗവാന്റെ ആത്മാരാമനാണ്, അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ
കൊടുക്കുന്ന ആൾക്ക് അതിന്റെ പ്രയോജനമുണ്ട്. ഇത് എവിടെ മനസ്സിലാക്കാൻ സാധിക്കും? 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ് മഹാരാജ് ഇത് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ദൈവാത്മനാ പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാദ് അവിദുഷ കരുണോ വൃണീതേ യദ് യദ് ജനോ ഭഗവത്തെ വിദധീതമാനം തച്ചാത്മനെ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. അവിടെ ശ്രീ പ്രഹ്ലാദ് മഹാരാജ് പറയുന്നുണ്ട്, പരമദിവ്യതമ പുരുഷൻ ഭഗവാൻ, അദ്ദേഹം ആത്മാരാമനാണ്. അദ്ദേഹത്തിന് ഒന്നിന്റെയും ആവശ്യമില്ല. എന്തെങ്കിലും അദ്ദേഹത്തിന് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അത് ഭഗവാന്റെ കൃപ കൊണ്ട് ആ കൊടുക്കുന്ന ആൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്ലോകത്തിൽ, അതായത് നമ്മൾ മുഖം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറിയൊക്കെ തൊട്ട് നമ്മൾ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഒരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കണ്ണാടിയിലൂടെ കാണുന്ന ഒരു ഇമേജ്, റിഫ്ലക്ഷൻ, ആ റിഫ്ലക്ഷനിലും കുറിയും അലങ്കാരവും കാണാം. ശരിയല്ലേ? അപ്പൊ ശരിക്കും ആ കണ്ണാടിയെ നമ്മൾ അലങ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. അലങ്കാരം ഉള്ളത് ആ ആൾക്കാണ്. എന്നാൽ അതിന്റെ ഒരു പ്രതിഫലനം, ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഇതിൽ കാണുന്നു, കണ്ണാടിയിൽ കാണുന്നു. അതേപോലെയാണ് നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കുമ്പോൾ ആക്ച്വലി ആ ബെനിഫിറ്റ് കിട്ടുന്നത് കണ്ണാടി പോലുള്ള നമുക്കാണ്, നമ്മളിലല്ല, നമുക്കല്ല. നമുക്ക് അതുകൊണ്ട് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. പക്ഷെ ഭഗവാനെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആത്മാർത്ഥയോടുകൂടി നമ്മൾ അദ്ദേഹത്തെ സേവിക്കുന്ന സമയത്ത് ആ ഒരു ഗുണം ആക്ച്വലി ഒരു റിഫ്ലക്ഷൻ പോലെ നമുക്ക് കിട്ടുന്നു. അതാണ് സംഭവിക്കുന്നത്. ഭഗവാനെ സംബന്ധിച്ച് അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിന്റെ ആവശ്യമില്ല. പക്ഷെ കണ്ണാടിക്ക് ഇതില്ലാതെ വേറെ വഴിയില്ല. അല്ലാതെ കണ്ണാടിക്ക് ആ ഒരു അലങ്കാരം കിട്ടാനുള്ള വേറെ മാർഗവുമില്ല. അപ്പോൾ അവിടെ സമർപ്പിച്ചേ പറ്റൂ, അല്ലെ? ആ ആള് അലങ്കരിച്ചാൽ മാത്രമേ കണ്ണാടിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. എന്നിട്ട് ആ കണ്ണാടി എടുത്ത് നോക്കുമ്പോഴേ കണ്ണാടിക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൃപയും കാരുണ്യവും ഇല്ലാതെ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സമർപ്പിക്കുന്ന ആൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നു. അതാണ് ഇതിൽ നിന്ന് നമുക്കുള്ള പാഠം. ഓക്കെ, ശരി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിവിടെ ഇന്നത്തെ ചർച്ച ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 6ാമത്തെ ശ്ലോകം മുതൽ. श्रील प्रभुपाद की जय, समवेद गौर भक्तवृंद की जय, गौड़ीय गुरुवृंद की जय, ग्रंथराज श्रीमद् भागवतम की जय, शचिनंदन श्री गौर हरि की जय, श्रील गुरुदेव की जय, निताय गौर प्रेमानंद. थैंक यू. हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. കമന്റ്. പ്രഭുജി പ്രണാമം. പ്രഭുജി, ഈ ഇന്നത്തെ കാലത്ത് AI-യുടെ സഹായത്തോടു കൂടിയൊക്കെ ചിത്രം നടക്കും, ചിരിക്കും, സംസാരിക്കും. പക്ഷെ വ്യാസദേവൻ എഴുതിയ ഈ ഭാഗവതം പ്രഭുജിയെ പോലെ ഒരു ഭക്തൻ പറഞ്ഞു തരുമ്പോൾ അതുവഴി കയറി ഇറങ്ങി വരുമ്പോഴേക്കും ആ വാക്കുകൾ കൊണ്ട് പ്രഭുജി ഭഗവാന്റെ ചിത്രം, ഭഗവാന്റെ ആ ആക്ഷനും എല്ലാം വരച്ച്, അതും ചലിക്കുന്ന ചിത്രമാണ് ഹൃദയത്തിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നത്. പ്രഭുജി വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ സംശയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രഭുജിയോട് ആദരവോടെ പറയാൻ പറ്റുന്നില്ല, നെറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. എല്ലാവരും വരിക. ഹരേ കൃഷ്ണ. 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ കൃഷ്ണ. പതിദാനാം വൈഷ്ണവേഭ്യോ നമോ നമഃ.
अनेक कोटि वैष्णव वृंद की, हरिनाम संकीर्तन यज्ञ की, हरे कृष्णा महामंत्र की, शिला प्रभुपाद की जय, श्री अनंत पद्मनाभ स्वामी की जय। हरे कृष्णा प्रभु जी, धन्यवाद।